നമസ്കാരം. ഒരു ഷോക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഏത് ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാലും അവരുടെ ജനറൽ വാർഡ് അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഈ ഫീവർ വാർഡ് കംപ്ലീറ്റ് ഫിൽ ചെയ്തിരിക്കുകയാണ്. അതിൽ പൈസ ഉള്ളവരുണ്ട്, ഇല്ലാത്തവരുണ്ട്, എല്ലാം ഉണ്ട്. 250-500 പേഷ്യൻസ് ഒരു ഡോക്ടർ നോക്കേണ്ട ഒരു ഗതികേട് വന്നു. അതിൻ്റെ കാരണം ഇപ്പോഴത്തെ വൈറൽ ഫീവറാണ്. അപ്പോൾ ഡോക്ടർമാർക്ക് തന്നെ ഒരു കൺഫ്യൂഷനാണ്. ഇപ്പോൾ ജലദോഷമാണോ, സാധാരണ ജലദോഷമാണോ, വൈറൽ ഫീവറാണോ? അപ്പോൾ ആദ്യം ചെല്ലുമ്പോൾ ഒരു മരുന്ന് കൊടുത്തിട്ട് എന്തെങ്കിലും ഒരു ഫീവറിനുള്ള കൊടുത്തിട്ട് 2-3 ദിവസം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ബ്ലഡൊക്കെ നോക്കാം. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ഒരു പനിയായിട്ട് വന്നു കഴിഞ്ഞാൽ കൂടുതൽ ചിലവൊന്നും വരുന്നില്ല. അവർ കൂടി വന്നു കഴിഞ്ഞാൽ 100-500 രൂപയുടെ ഒരു ട്രീറ്റ്മെൻറ്റ്, ഒരു ചിലവ് നടത്തി അവരുടെ ബ്ലഡ് അത്യാവശ്യമായിട്ട് നോക്കണം. ബ്ലഡ് മാത്രം പോരാ, യൂറിൻ, ഈ ഒരു ജനറൽ, അതായത് ഈ ബ്ലഡ് റൂട്ടീൻ, യൂറിൻ റൂട്ടീൻ, ഏത് പേഷ്യൻ്റ് വന്നു കഴിഞ്ഞാലും നമ്മൾ നോക്കിയിരിക്കണം. അതിപ്പോൾ ഗവൺമെൻറ് ആശുപത്രി ആയാലും പ്രൈവറ്റ് ആയാലും അവർക്ക് വലിയ ചിലവൊന്നും വരുന്നില്ല. അപ്പോൾ ഇത് നോക്കുന്നതിന് പകരം അവർക്ക് എന്തെങ്കിലും ഒരു ഗുളിക എന്തെങ്കിലും കൊടുത്തിട്ട് വീട്ടിൽ പറഞ്ഞു വിട്ട് 3 ദിവസം കഴിഞ്ഞിട്ട് ഒന്ന് നോക്കാം. അത് ശരിയല്ല, അത് അശാസ്ത്രീയം തന്നെയാണ്. അപ്പോൾ ആദ്യമേ എനിക്ക് അതായത് ഇപ്പോൾ പറയുന്ന ഇതാണ് ഡയഗ്നോസ്റ്റിക് ട്രീറ്റ്മെൻറ്റ് ആൻഡ് സിംറ്റമാറ്റിക് ട്രീറ്റ്മെൻറ്റ്. WHO പറഞ്ഞിരിക്കുന്നത് സിംറ്റമാറ്റിക് ട്രീറ്റ്മെൻറ്റ് ഈസ് മോർ സയൻറ്റിഫിക് ദാൻ ഡയഗ്നോസ്റ്റിക് ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയഗ്നോസ് ചെയ്യാൻ ഒരുപാട് സമയമെടുക്കും. അപ്പോൾ നമ്മളെ സിംറ്റം കണ്ടുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം. അപ്പോൾ അങ്ങനെ സിംറ്റമാറ്റിക് ട്രീറ്റ്മെൻറ്റ് പറയുമ്പോഴേ നമുക്ക് പല സിസ്റ്റത്തിനെയും കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഈ സിസ്റ്റമാറ്റിക് ട്രീറ്റ്മെൻറ്റ് ആൻഡ് ഡയഗ്നോസ് ട്രീറ്റ്മെൻറ്റ് എല്ലാ സിസ്റ്റവും മെഡിക്കൽക്കാരും പഠിക്കുന്നുണ്ട്. പക്ഷേ അവർ പ്രാക്ടീസും ചെയ്യുന്നുണ്ട്. അതിൽ നിങ്ങളിപ്പോൾ ഉദാഹരണം, ഇപ്പോൾ മോഡേൺ മെഡിസിൻ ഒരു മെഡിക്കൽ കോളേജിൽ പോയി കഴിഞ്ഞാൽ അവരെപ്പോഴും ഡയഗ്നോസിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അതേസമയം ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഹോമിയോപ്പതി ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊടുത്തു കഴിഞ്ഞാൽ അവർ ഈ രണ്ടിനും വില കൊടുക്കും. സിംറ്റമാറ്റിക് ട്രീറ്റ്മെൻറ്റും കൊടുക്കും, ഡയഗ്നോസ്റ്റിക് ട്രീറ്റ്മെൻറ്റും കൊടുക്കും. അതുപോലെ തന്നെയാണ് ആയുർവേദവും. ഞാൻ ഈ പല ശാസ്ത്രങ്ങൾ പഠിച്ചതുകൊണ്ടാണ് എനിക്ക് കമ്പയർ ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ പറ്റില്ല. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ ഏത് ഡോക്ടറെ അടുത്ത് പോയി കഴിഞ്ഞാലും ഡോക്ടറെ ബ്ലഡ് എനിക്ക് അത്യാവശ്യമായിട്ടുള്ള ടെസ്റ്റ് ചെയ്യണം, എഴുതി തരണം, അല്ലെങ്കിൽ ഇവിടെ അവരുടെ സംവിധാനം ഉണ്ടെങ്കിൽ ചെയ്ത് തരണം, നിങ്ങൾ തന്നെ പറയണം. അതിൻ്റെ കാരണം ഇപ്പോൾ ഇത്രയും പെട്ടെന്ന് എന്താണ് ആളുകൾക്ക് ഇതൊക്കെ വരാൻ കാരണം? പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഇൻഫെക്ഷ്യസ് ഡിസീസ് വരുമ്പോൾ മാത്രമേ ഉള്ളൂ. ഇതിപ്പോൾ അതല്ല. ഒരു വീട്ടിലൊരാളിന് ഒരു പനി വന്നിട്ടുണ്ടെങ്കിൽ അത് എല്ലാ ആൾക്കും വരും. അത് പകരുന്നതാണ്. അതിന് നമ്മൾ ഒരു പ്രതിവിധി നമ്മൾ ആദ്യമേ ചെയ്തില്ലെങ്കിൽ ഇതെല്ലാം വരാനുള്ള കാരണം എന്താണ്? മനുഷ്യൻ്റെ പ്രതിരോധ ശക്തി കംപ്ലീറ്റ് പോയിരിക്കുകയാണ്. അതിൻ്റെ കാരണം നമ്മൾ നോക്കിയാൽ ഇത് കേരളത്തിലെയോ അല്ലെങ്കിൽ തിരുവനന്തപുരത്തെയോ ഇന്ത്യയിലോ അല്ല, ഇത് ലോകം മുഴുക്കുള്ള പ്രതിഭാസം ഇത് തന്നെയാണ്. ഈ കോവിഡ് വന്നതിന് ശേഷം ലോകത്തുള്ള എല്ലാ ആളുകളുടെയും പ്രതിരോധ ശക്തി നശിച്ചിരിക്കുകയാണ്. ഇപ്പോൾ അമേരിക്കൻ പ്രസിഡൻ്റ് തന്നെ, പുള്ളിക്ക് 2-3 പ്രാവശ്യം കോവിഡ് വന്നു. ഇപ്പോൾ അവർ പഴയതുപോലെ തന്നെയാണ്. അമേരിക്കൻ ഗവൺമെൻറ് എവിടെന്നെങ്കിലും എവിടെ വിസിറ്റേഴ്സ് ആയാലും അവരുടെ ഇമിഗ്രൻ്റ് ആയാലും സിറ്റിസൺസ് ആയാലും എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യമായിട്ട് അവർ ഇപ്പോഴും ഒരു കോവിഡ് ടെസ്റ്റ് ചെയ്തിട്ടേ അകത്തോട്ട് കയറ്റത്തുള്ളൂ എന്ന് പറഞ്ഞാൽ അവർ അത്രയും സ്ട്രിക്റ്റായിട്ട് അവർ നോക്കുന്നുണ്ട്. പക്ഷേ ഈ തേർഡ് വേൾഡ് കൺട്രി ഇതിൻ്റെ ഒന്നും ചെയ്യുന്നില്ല. അവർക്ക് ഇപ്പോഴും കോവിഡ്, ഇപ്പോഴും നമ്മുടെ ഇവിടെയും കോവിഡ് ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ അതാരും കണക്കാക്കുന്നില്ല. നമുക്കിവിടെ വന്ന് ലോകം മുഴുക്കി കോവിഡ് വൈറസ് വന്നിട്ടുള്ളത് എല്ലാ ആളുകൾക്കും വന്നിട്ടുണ്ട്. പ്രതിരോധ ശക്തിക്കുള്ള ആൾക്ക് വന്നിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ ഇതിനൊരു പ്രതിവിധിയെന്ന് കാണാൻ ഇതേ ഉള്ളൂ. നിങ്ങൾ മാക്സിമം നല്ല വെള്ളം കുടിക്കാൻ ശ്രമിക്കുക, പിന്നെ വായു കിട്ടുക, പിന്നെ അതിന് പ്രധാനം ആഹാരം. ഇത് എല്ലാ ആളുകളും ഇപ്പം നമ്മുടെ കേരളത്തിൽ വരാനുള്ള പ്രധാന കാരണം എല്ലാ ആളുകളും നല്ലൊരു മെജോറിറ്റിയും മദ്യത്തിനോ മയക്കുമരുന്നിനോ അടിമകളാണ്. അവർക്ക് ഏത് സോക്കേട് എപ്പോൾ വേണമെങ്കിലും വരാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനിപ്പോൾ ഒന്നുമില്ല, ജാതിയില്ല, മതമില്ല, ആർക്ക് വേണമെങ്കിലും ഈ സോക്കേട് വരാം. അതുകൊണ്ട് നിങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിയുന്നതും ചൂടുവെള്ളം കൂടെ കുടിക്കുക. മാക്സിമം ഈ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ ഈ നോൺ വെജിറ്റബിളായിട്ടുള്ള ഇറച്ചി, മീൻ, മുട്ട ഇതെല്ലാം ഒഴിവാക്കുക. ഏറ്റവും പ്രധാനമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ആ മനസ്സിൻ്റെ ഒരു ശക്തിയും കൂടെ വേണം. അപ്പോൾ മാനസികമായി യു ഹാവ് ടു ഫീഡ് ദി മൈൻഡ് ആൻഡ് ബോഡി. അത് നിങ്ങൾ രാവിലെ എക്സസൈസ് ചെയ്യുന്നത് നല്ലതാണ്.
യോഗ പ്രാക്ടീസ് ചെയ്യുന്നതാണ്. ഇപ്പോൾ തന്നെ സെൻട്രൽ ഗവൺമെൻറ് ഇതിനെല്ലാം വലിയ പ്രാധാന്യം കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പിന്നെ വലിയ നമുക്ക് ഒഴിവാക്കാവുന്ന കാര്യങ്ങളെല്ലാം ഒഴിവാക്കിയിട്ട് ആരോഗ്യത്തിന് ശ്രദ്ധിക്കുക. ഞാൻ ഇത്രയും പറഞ്ഞുവെങ്കിൽ നിങ്ങൾക്ക് ഇതേപ്പറ്റി കൂടുതൽ അറിയാനും ഞാൻ പ്രധാനമായിട്ട് ചെയ്യുന്നത് എങ്ങനെ ബൈപ്പാസ് സർജറി ഒഴിവാക്കാം, ആൻജിയോപ്ലാസ്റ്റി എങ്ങനെ ഒഴിവാക്കാം, ബൈപ്പാസ് സർജറി എങ്ങനെ ഒഴിവാക്കാം, അതിനൊക്കെയുള്ള നൂതന ചികിത്സ ലേസർ ട്രീറ്റ്മെൻറ്റിനെ പറ്റി കൂടുതൽ അറിയാൻ നിങ്ങളൊരു 7 മണിക്ക് ശേഷം എന്നെ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്കെല്ലാം പറഞ്ഞു തരുന്നതാണ്.